ഇത് കടുവ പിടിച്ച കടുവ പിടിച്ച പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. ഇല്ല, അത് ഇതിനെ കണ്ടാ മുറിവ് കാണാം. അപ്പം സാറ് വീഡിയോ എടുത്തോ. നല്ല മുറിവും നല്ല പരിക്കും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളം കൊടുത്തു തുമ്പിക്കൈൻ്റെ ഒരു ഭാഗം അറ്റ് തൂങ്ങിയ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുമ്പിക്കൈയുടെ ഒരു ഭാഗം അറ്റ് തൂങ്ങിയ നിലയിൽ ആനയെ ഇപ്പോൾ നടത്തിച്ച് അതിനെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒരു കാലിൻ്റെ ഒരു ഭാഗം പാടെ കടിച്ച് പറിച്ച് നിലയിലാണ് കാണുന്നത്. അത്രയ്ക്കും അവശത അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാല് വേച്ചാണ് ആന നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണിത്. മാത്രമല്ല ശരീരത്തിൽ ആകമാന മുറിവുകളുമുണ്ട്. അങ്ങനെ ഒരു വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും കുട്ടിയാനയെ മതിയായ ചികിത്സ നൽകണം. അതിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായ രീതിയിൽ തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ശ്രമമാണ്. ആ ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വീടിന് മുന്നിലൂടെ ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുകയാണ്, കുട്ടിയാനയെ മാറ്റുകയാണ്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ആന അവശത പ്രകടിപ്പിക്കുന്നുണ്ട്. വനപാലക സംഘം അതിനെ തള്ളി അപ്പുറത്തേക്ക് മാറ്റി കൊണ്ടുപോയി സുരക്ഷിതമായ ഒരു പ്രദേശത്ത് എത്തിച്ച് മതിയായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ് എത്തിയിട്ടുള്ളത്. അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ആനയെ സംബന്ധിച്ചിടത്തോളം ആന ഭയങ്കര അവശ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ പിറകിലെ കാലിന് പരിക്കുണ്ട്, തുമ്പിക്കൈക്ക് പരിക്കുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമെല്ലാം തന്നെ അറ്റ നിലയിലാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സുരക്ഷിതമായ രീതിയിൽ അവനെ ഒരു ഭാഗത്തേക്ക് മാറ്റി മതിയായ ചികിത്സ ലഭ്യമാക്കണം. അങ്ങനെ ഒരുപക്ഷെ ഇനി മുറിവ് ഉണക്കിയ ശേഷം മാത്രമേ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ ആനയെ ജീപ്പിലേക്ക്, അതായത് ഈ വാഹനത്തിലേക്ക് മാറ്റുക എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആന പതുക്കെ ഇവിടെ ഒരു ജീപ്പ്, വനംവകുപ്പിൻ്റെ ജീപ്പ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു പിക്കപ്പ് വാഹനമാണ്. ആ പിക്കപ്പ് വാഹനത്തിലേക്ക് ആനയെ മാറ്റുന്നു. ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആനയെ ഇവിടേക്ക് മാറ്റിയ ശേഷം അവിടെ വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് അതിനുശേഷം ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകുക, മതിയായ പരിചരണം നൽകുക. ഒരുപക്ഷെ കുപ്പാടിയിലെ ഹോസ്പേസിലേക്കാവും കൊണ്ടുപോകുന്നുണ്ടാവുക. അവിടെ മൃഗപരിപാലന കേന്ദ്രമാണ് വനംവകുപ്പിൻ്റെ. അവിടേക്കാകും കൊണ്ടുപോകാനുള്ള സാധ്യത എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഹോസ്പേസിലേക്ക് എടുക്കാനുള്ള ശ്രമമാകും. ആനയെ ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് കയറ്റി കഴിഞ്ഞു. പിക്കപ്പ് വാനിനകത്തേക്ക് ആനയെ കയറ്റി കഴിഞ്ഞു. ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് ഡോക്ടർ അജേഷ് മോഹൻദാസിനെ കാണാൻ കഴിയുന്നു. ജിഷ്ണു ഉൾപ്പെടെയുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയെ ഇപ്പോൾ പൂർണ്ണമായും വാഹനത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി അതിനെ വടം ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിച്ച് നേരെ കൊണ്ടുപോകുന്നത് ഹോസ്പേസിലേക്കാകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഹോസ്പേസിലേക്ക് കൊണ്ടുപോയി മതിയായ ചികിത്സ നൽകുക, പരിചരണം നൽകുക എന്നുള്ള തരത്തിലുള്ള ദൗത്യമാണ് മുന്നിലുള്ളത്. ആ ദൗത്യത്തിലാണ് കിടക്കുന്നത്. അതിന് വടം എത്തിച്ചു. ആ വടം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ബന്ധിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. കുട്ടിയാനെ പിടികൂടി RRT സംഘം വടം കൊണ്ട് ഭദ്രമായി ബന്ധിപ്പിക്കുകയാണ് ആനയെ. അത് നല്ല വേദന ഉള്ളത് കാരണം അത് കുതിർന്നുണ്ടായിരുന്നു പല ആവർത്തി. അതുകൊണ്ടൊക്കെ പരിഗണിച്ചാവണം ഇത്രത്തോളം വടം ഉപയോഗിച്ചുകൊണ്ട് ആനയെ കെട്ടുന്നത്. ആനയെ തണുപ്പിക്കാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്, അതിന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. തീരെ കുട്ടിയാനയാണ്. അപ്പോൾ അതിനെ തോർത്ത് നനച്ച് അതിൻ്റെ പുറത്തിടുന്നൊക്കെയുണ്ട്. അത്ര ചൂടുള്ള സമയം, നല്ല വെയിലുള്ള സമയമാണ്, ചൂടുള്ള സമയമാണ്. ആന കുട്ടിയാനയുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങ് തണുപ്പിച്ച് നിർത്തുന്നുണ്ട്. തലയിലടക്കം തോർത്തിട്ടുകൊണ്ട് അതിനെ തണുപ്പിച്ച് നിർത്തുന്നു. അതിനെ തുടർന്ന് ഇനിയിപ്പോൾ ചികിത്സ നൽകാൻ പ്രധാനം അതിൻ്റെ പിൻഭാഗത്തുള്ള ഇടത്തെ കാലിൽ ഒന്നിൽ നല്ല പരിക്ക്, അത് നഖത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഇളകി കിടക്കുന്ന പോലെയുള്ള നല്ല പരിക്ക് ഉണ്ട്. അതിനുശേഷമാകും ഈ ആനക്കൂട്ടത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുക. ഒരു പക്ഷേ ഈ വന്യജീവി ആക്രമണത്തിൽപ്പെട്ടാവണം ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്, കൂട്ടം തെറ്റിയതെന്ന് വേണം മനസ്സിലാക്കാൻ. കടുവയുടെ ആക്രമണമാണ് എന്ന് ചില നാട്ടുകാർ പറയുന്നുണ്ട്. ചിലപ്പോൾ കടുവയുടെ ആക്രമണത്തിലാവണം അത് ആനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിപ്പോയത്. ഇതിൻ്റെ മറുതലക്കിൽ ആ പ്രദേശത്തിൻ്റെ മറുവശത്ത് ഇതിൻ്റെ അമ്മയാനൊക്കെ നിൽപ്പുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ആനയെ പിടിക്കാൻ പോവുകയാണെങ്കിൽ ആന ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും പരിഗണിക്കാതെ, അതൊന്നും നോക്കാതെ RRT സംഘം കുട്ടിയാനെ സമീപിക്കുകയായിരുന്നു. അതിന് കാരണം അതിൻ്റെ പരിക്കു തന്നെയാണ്. പരിക്കും തീരെ അവശ്യ നിലയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് ദീർഘനേരം കിടക്കുകയായിരുന്നു. അവിടെ ഒരു ചെറിയ മുരൾച്ചയോട് അവിടെ കിടക്കുകയായിരുന്നു കുട്ടിയാന. തീരെ വയ്യായിരുന്നു, തീരെ അവശ്യ നിലയിലായിരുന്നു കുട്ടിയാന. അപ്പോൾ അതിന് പിന്നെയും അവിടെ ഇട്ടാൽ ഒരു പക്ഷേ ആ കുട്ടിയാനയുടെ ജീവന് പ്രശ്നമുണ്ടായേക്കും എന്ന് RRT സംഘം കരുതിയിട്ടുണ്ടാകണം. വലയിട്ടാണ് പിടിച്ചത്. ഈ മയക്കുവെടിയെ പറ്റിയൊന്നും ആലോചിക്കാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. കാര്യം ഒന്നാമത് തീരെ കുട്ടിയാന, അത് തീരെ
വയ്യാത്ത അവസ്ഥയിലുമാണ്. അതിനുശേഷം അതിനെ വലയിട്ട് പിടിച്ച് കയറിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിനിപ്പോൾ ചികിത്സ പെട്ടെന്ന് നൽകുക എന്നുള്ളതായിരിക്കും ഇനി പ്രാഥമികമായി RRT സംഘം ചെയ്യുക. അതിനുശേഷം അതിനെ തിരികെ മലകയറ്റി ആനക്കൂട്ടത്തിനടുത്തേക്ക് എത്തിക്കുക എന്നതായിരിക്കും RRTയുടെ ആലോചന. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ഇപ്പോൾ തന്നെ ആ കാലിലെ മുറിവിന് ചികിത്സ തുടങ്ങുമോ? ഹാഷ്മി, ഇപ്പോൾ ആനയെ ഈ വാഹനത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ കൊണ്ടുപോകും. ഒരു പക്ഷേ കുപ്പാടിയിലെ ബത്തേരിക്കടുത്ത് കുപ്പാടിയിൽ ഒരു ഹോസ്പേസ് ഉണ്ട്. അതായത് ഈ വന്യമൃഗങ്ങൾക്ക് പരിചരണം നൽകുന്ന കേന്ദ്രമാണ്. അവിടെ വെച്ചാകും ചികിത്സ ലഭ്യമാക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ രാജേഷ് മോഹൻദാസ് ഇവിടെയുണ്ട്, വെറ്റിനറി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാകും ചികിത്സ ലഭ്യമാക്കുക. ആനയെ ഇവിടെ നിന്ന് വേഗത്തിൽ തന്നെ കുപ്പാടിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള തരത്തിലുള്ള ദൗത്യമാകും നടക്കുക. എന്തായാലും അല്പസമയം മുമ്പാണ് വലവേശി പിടിച്ചത്. വണ്ടിയിൽ വാഹനത്തിലേക്ക് കയറ്റാനാണ് ആലോചന. വാഹനത്തിലേക്ക് കയറ്റിയാണ് കുപ്പാടിയിൽ കൊണ്ടുപോയി അവിടെ ഇതിൽ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകുക. വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുന്നോടിയായി ആനയെ ഈ കുട്ടിയാനെ ആണെങ്കിലും അതിൻ്റെതായ സ്ട്രെങ്ത് ആനയ്ക്കുണ്ട്. അതുകൊണ്ട് പരമാവധി കയറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കയ്യും കാലും ഒക്കെ ബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻകാലുകളും പിൻകാലുകളും ഒക്കെ ശക്തമായി തന്നെ ബന്ധിച്ച് അതിനെ വാഹനത്തിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം അതിനെ കൊണ്ടുപോയതിനു ശേഷമാണ് അതിന് ചികിത്സ നൽകുക. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളിലുള്ള ആലോചന ഉണ്ടാവുക. സുർജിത്ത് തുടരുന്നു. സുർജിത്ത്, ഇതിനെ കൊണ്ടുപോയാൽ തന്നെ ആദ്യം ചെയ്യുക ചികിത്സ കൊടുക്കാനുള്ള എന്തെങ്കിലും നടപടികൾ തുടങ്ങുക എന്നതല്ലേ? അതിനെ 2-3 ദിവസം നോക്കാനുള്ള ആലോചന ഉണ്ടോ സുർജിത്ത്? ഹാഷ്മി, ആനയെ തോൽപ്പെട്ടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് പരിചരണം കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആനയെ മാറ്റിക്കഴിഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചു. പിന്നീട് ഇപ്പോൾ അതിനെ തിരിച്ച് ഇവിടെ നിന്നും പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തോൽപ്പെട്ടി വനംവകുപ്പിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, തോൽപ്പെട്ടിയിലേക്കാണ് ആനയെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആനയെ കൊണ്ടുപോകുന്ന ആ ദൃശ്യം കൂടി നമുക്ക് കാണാം. ആ ദൃശ്യം കൂടി ആനയെ ഇവിടെ നിന്നും പൂർണ്ണമായ ആനയെ കൊണ്ടുപോകുന്നു. ആനയെ ഒരു മുണ്ട് വെച്ച് നനച്ച് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല വെള്ളം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും ആനയെ, അതായത് ഇത്ര നേരം ഇവിടെ അല്പസമയമെങ്കിലും ഉണ്ടായിരുന്ന ഇവിടെ ആനയെ കൊണ്ടുപോവുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി മതിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ മുമ്പിലുള്ള ദൗത്യം. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് അല്പസമയത്തിനകം തന്നെ കടക്കും. തോൽപ്പെട്ടിയിൽ ഇവിടെ ഏതാണ്ടും ദൂരമുണ്ട് ഇവിടെ നിന്ന് തോൽപ്പെട്ടിയിൽ എത്തിയ ശേഷം സുരക്ഷിതമായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആനയെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി എത്രത്തോളം അതിന് പരിക്കുണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഇടതുകാലിൽ പരിക്കുണ്ട്. മാത്രമല്ല ഇടതുകാലിനൊപ്പം തന്നെ മറ്റ് ശരീരത്തിൻ്റെ തുമ്പിക്കൈ ഒരു ഭാഗം കടിച്ചു തൂങ്ങിയ നിലയിലാണ് തുമ്പിക്കൈയുടെ ഒരു ഭാഗമുള്ളത്. എന്തായാലും ആനയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആളുകളെല്ലാം തന്നെ പിരിച്ചുവിടുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം. ആ പരിശ്രമത്തിനൊടുവിൽ നിലവിൽ ഇപ്പോൾ ആനയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രത്തോളം പരിക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ആ ഒരു ഇടപെടലിലേക്ക്, ആ ഒരു ദൗത്യത്തിലേക്ക് ഇനി വനംവകുപ്പ് വേഗത്തിൽ കിടക്കും. തോൽപ്പെട്ടിയിലേക്കാണ് ആനയെ മാറ്റിയിരിക്കുന്നത്. ഹാഷ്മി.